പ്രിയപ്പെട്ട ആലോഷി, പരിസരബോധം എന്നൊന്നുണ്ട്. പറയേണ്ടത് പറയേണ്ട ഇടമറിഞ്ഞു പറയുന്നു, പാടേണ്ടത് പാടേണ്ട ഇടമറിഞ്ഞു വേണം. കടയ്ക്കൽ കത്തിവെച്ച് നിങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ തിരിച്ചറിവിൻ്റെ പാഠപുസ്തകം തുറന്നു വെച്ച് കോടതിയും പോലീസും നിങ്ങളെ പഠിപ്പിച്ചതാണ്. എന്നിട്ടും കടയ്ക്കലിന് അധികം അകലെയല്ലാത്ത അവനവഞ്ചേരിയിൽ വന്ന് തെറ്റാവർത്തിച്ചത് എന്തിനാണ്? ശരി ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ വേദിയുടെ സ്വഭാവം അറിഞ്ഞില്ലെന്ന് നടിച്ച് മനഃപൂർവ്വം വിദ്വേഷമുണ്ടാക്കാനാണ് ശ്രമമെങ്കിൽ നിങ്ങൾ എന്തു പാട്ടുകാരനാണ് ഹേ? അലോഹ്യമുണ്ടാക്കുന്ന അലോഷിയെക്കുറിച്ചാണ് ഇന്നത്തെ സൺഡേ ഡിബേറ്റ്. സ്വാഗതം. ചർച്ചയ്ക്കായി BJP നേതാവ് പ്രിൻറ്റു മഹാദേവ്, വലതു നിരീക്ഷകൻ N. ശ്രീകുമാർ, LDFിൽ നിന്ന് NCP സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു എന്നിവർ ഒപ്പം ചേരുന്നു. ആദ്യം ശ്രീ N. ശ്രീകുമാർ. പാട്ട് വലിയൊരു സന്ദേശമാണ്. ആസ്വാദനത്തിൻ്റെ, ആഘോഷത്തിൻ്റെ, ആവേശത്തിൻ്റെ ഒക്കെ സന്ദേശമാണ്. അത് ആസ്വദിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. പാട്ടിലൂടെ അലോഹ്യമുണ്ടാക്കുന്നു വീണ്ടും അലോഷി. ഇവിടെ ഈ കണ്ണൂര് ഒരു ക്ഷേത്രത്തില് പാട്ട് പാടിയത് അലോഷിയാണെന്നുള്ളത് ഇപ്പം നിങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് എനിക്കറിയില്ല ഇതിനെ കുറിച്ച്. ഇത് കണ്ണൂരല്ല സാർ, ഇത് തിരുവനന്തപുരം ആറ്റിങ്ങൽ അവനവഞ്ചേരിയിൽ, അതായത് കടയ്ക്കലിന് അധികം ദൂരെയൊന്നുമല്ല. അവിടെ വന്ന് വീണ്ടും വിപ്ലവ ഗാനം പാടുകയാണ്, ലാൽസലാം വിളിക്കുകയാണ്. ശരി, ഞാൻ കണ്ണൂരിനാണ് ധരിച്ചത്. കണ്ണൂര് വേറെ വിഷയമുണ്ട് കേട്ടോ. കണ്ണൂർ ഇന്നും ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച്, നമ്മുടെ ചെഗുവേരയുടെ ചിത്രമുള്ള ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് ഇന്നും ആഘോഷിക്കുന്ന ചിത്രവും നമ്മൾ കണ്ടു. അതവിടെ നിൽക്കട്ടെ. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. മറ്റേതിപ്പോ നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഇതിൽ പ്രശ്നം എന്താ വെച്ചാല്, ഇത് ക്ഷേത്രങ്ങളുടെ എന്താണെന്നും ആരാധനാലയങ്ങളുടെ സ്വഭാവം എന്താണെന്നും ആദ്യം മനസ്സിലാക്കണം. ക്ഷേത്ര പരിസരത്ത് കലാപരിപാടികൾ നടത്തുന്നത് നിഷിദ്ധമല്ല. ക്ഷേത്രത്തിനുള്ളില് എന്തൊക്കെ കലാപരിപാടികൾ നടത്തണമെന്നുള്ളത് അനുഷ്ഠാനങ്ങളും ഒക്കെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് ചെയ്തു പോരുന്നത്. ഇപ്പൊ ചില വാദ്യഘോഷങ്ങൾ ക്ഷേത്രത്തിനകത്ത് നടത്താറില്ല, ചിലത് പുറത്ത് മാത്രമേ നടത്താറുള്ളൂ. ആസുര വാദ്യം സംബന്ധിച്ചും ഇങ്ങനെ ചില നിഷ്കർഷമൊക്കെ ഉണ്ട്. അതുപോലെ പാണ്ഡ്യമേളം, പഞ്ചാരി മേളം ഒക്കെ എവിടെയൊക്കെ കൊട്ടണം എന്നതിനെ കുറിച്ചുമുണ്ട്. അതുപോലെ ക്ഷേത്രത്തിനുള്ളില് നടത്തുന്ന കലാപരിപാടികൾ എന്തൊക്കെയാണെന്ന് എന്നതിനെ കുറിച്ചുമുണ്ട്. ഇപ്പൊ പുരാണങ്ങൾ പറയുന്ന, പുരാണ കഥകൾ പറയുന്ന ബാലെ, അതുപോലെ തന്നെ മറ്റു നാടകങ്ങള്, നൃത്തങ്ങള്, നൃത്തരൂപങ്ങൾ, ഇതൊക്കെയാണ് ക്ഷേത്രത്തിനുള്ളില്. ഇത് ഓരോ പ്രദേശമനുസരിച്ച് മാറും. ഇപ്പൊ തിരുവിതാംകൂർ ഭാഗത്താണെങ്കിൽ കഥകളിക്കാണ് കൂടുതൽ പ്രാധാന്യം, ഓട്ടംതുള്ളലിനാണ് പിന്നെ പ്രാധാന്യം. തൃശ്ശൂർ വരുമ്പോൾ അത് നമ്മളുടെ ഭരതനാട്യത്തിലേക്കും മോഹിനിയാട്ടത്തിലേക്കും ഒക്കെ, ബാലയിലേക്കൊക്കെ മാറുന്നു. വടക്കൻ മലബാറിലേക്ക് വരുമ്പോൾ അത് തെയ്യം, ആ ഒരു പ്രാചീന കലാരൂപങ്ങളിലേക്കൊക്കെ മാറും. അപ്പൊ ഇതെല്ലാം അനുസരിച്ചുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് കേരളത്തിലെ ജനങ്ങൾ എല്ലാ മത ജാതി വേലിക്കെട്ടുകളൊക്കെ നോക്കാതെ തന്നെ ആഘോഷിച്ചിരുന്നത്. പക്ഷെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു എന്ന് പറയേണ്ടി വന്നതില് ഒരു ചെറിയൊരു ദുഃഖം എനിക്കുണ്ട്. കാരണം ഈ ഗവൺമെന്റ് ഇതിൽ എന്താ ബന്ധം എന്നൊരു ചോദ്യം വരും. പക്ഷെ ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടില്ല, നമ്മുടെ അറിവിൽ പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു CPM വിരുദ്ധ മനോഭാവത്തിൽ പറയുന്നതല്ല. ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടായി. ഈ സംഭവങ്ങൾക്ക് ശേഷം അതില് സംസ്ഥാന പോലീസിന്റെ വിഭാഗം ഇടപെട്ടില്ല, നീതിന്യായ വിഭാഗം ഇടപെട്ടു. അപ്പൊ നിയമസംഹിത, കോടതി ചില കാര്യങ്ങൾ പറഞ്ഞു, തെറ്റാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒന്നിനെ ഭയമില്ല എന്നുള്ളതാണ്. അത് സമൂഹത്തില് നൽകുന്ന സന്ദേശം ദോഷകരമുണ്ടാക്കിയേ ഉള്ളൂ. കാരണം ഇതിപ്പോ നാളെ വേറെ ആർക്കും വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു ഉത്സവത്തിനിടയ്ക്ക് സാധാരണഗതിയിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉത്സവത്തിൽ പങ്കാളികളാകാറുണ്ട്. പക്ഷെ അവിടെ ആ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളൊന്നും ഉയർത്താറില്ല. അത് സ്വാഭാവികമായിട്ട് കണ്ടുവരുന്നതാണ്. ഇപ്പൊ തൃശ്ശൂർ പൂരം തന്നെ പറയാം. തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും വർണ്ണമനോഹരമായ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് കുടമാറ്റമാണ്. ഈ കുടമാറ്റത്തില് വേണമെങ്കിൽ ത്രിവർണ്ണ പതാക വെച്ചുകൊണ്ട് കുട ഉണ്ടാക്കാം. കാരണം ചുവപ്പ് കുട അപ്പുറത്തുണ്ട്, പച്ചക്കുട അപ്പുറത്തുണ്ട്, കാവിക്കുടയുണ്ട്.
എങ്കിൽ പിന്നെ ത്രിവർണ്ണ കൊടയുടെ ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ത്രിവർണ്ണ കളറ് തൃശ്ശൂർ പൂരത്തിൽ ഇന്നവരെ ഞാൻ ഉയർത്തിയായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതൊരു ആ നിറത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ദേശീയ പതാകയുടെ നിറം എന്നുള്ളതൊക്കെ പിന്നെ ചിന്തിക്കുകയുള്ളൂ. കാരണം മറ്റുള്ളതൊക്കെ ചുവപ്പ് എന്നുള്ളത് അത് വെറും ചുവപ്പ് മാത്രമാണ്. ആരെങ്കിലും കൊടി ചുവപ്പായി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. പച്ച അതൊരു പച്ച നിറമാണ്, ഹരിത ഭംഗിയാണ്. അത് വേറെ ആളുടെ കൊടിയുടെ നിറമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ മറിച്ച് ചുവപ്പും വെള്ളയും പച്ചയും കൂടെ വരികയാണെങ്കിൽ ഒരു പക്ഷേ അതിനൊരു ഇതെന്താണ് ഇങ്ങനെ എന്നൊരു ആരോപണം വന്നേക്കാം. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പരിപാലിച്ച് പോന്നിട്ടുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ജില്ലയിലെ കടയ്ക്കലിലും അതുപോലെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ തിരുവനന്തപുരത്തും കണ്ണൂരിലും ഒക്കെ നമ്മൾ കേട്ടത്, കണ്ണൂരിലാണ് ഇന്ന് രാവിലെ ഞാൻ കേട്ടത്. അവിടെയൊക്കെ നടക്കുന്ന സംഭവങ്ങള് അത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതെന്താ അവർ ഉദ്ദേശിക്കുന്നത്? കാരണം രാഷ്ട്രീയ കക്ഷികളെ ക്ഷേത്ര പരിസരത്ത് അവരുടെ വിപ്ലവഗാനം ആലപിക്കുന്നത് എന്തിനാണ്? കാരണം ക്ഷേത്രം എന്ന് പറയുന്നത് വിശ്വാസികൾക്കുള്ളതാണ്. കലാപരിപാടികൾ അവിശ്വാസികൾക്കും കാണാം. അപ്പൊ വിശ്വാസികൾക്ക് അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് എന്താണ്? അവർ പരിപൂർണ ക്ഷേത്രാചാരങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ഈ പരിപൂർണ ക്ഷേത്രാചാരം എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും തൃശ്ശൂർ പൂരത്തെ ഉദാഹരിക്കാം. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് 30 മണിക്കൂർ 30 hours 30 മണിക്കൂർ ഇടതടവില്ലാതെ നടക്കുന്ന, വിശ്രമമില്ലാതെ നടക്കുന്ന ഒരു ക്ഷേത്രാചാര ചടങ്ങാണ് തൃശ്ശൂർ പൂരം. ആ ചടങ്ങ് മൈതാനത്തേക്ക്, തേക്കിൻകാട് മൈതാനത്തേക്ക് വരുമ്പോൾ അതിന് ആലവെട്ട വെഞ്ചാമര പട്ടുകൂട ചൂടി വാദ്യഘോഷങ്ങളോട് അലങ്കരിക്കുമ്പോഴാണ് പൂരം എന്ന ആ മഹോത്സവം ഉണ്ടാകുന്നത്. ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അത് വെറും ചടങ്ങായിട്ട് മാത്രം മാറും. അതാണ് ഇടതടവില്ലാതെ എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പൊ ആ വിശ്വാസവും ഈ ആഘോഷവും ഒത്തുചേരുന്ന അവിടെ പോലും, 10,000 നിരക്കുന്ന അവിടെ പോലും ഇങ്ങനെയുള്ള ഒരു സംഘടിത രാഷ്ട്രീയം കാണിച്ചിട്ടില്ല. അടുത്ത കാലത്ത് കാണിച്ചു എന്നുള്ള വേറെ കാര്യം പിന്നെ പറയാം. പക്ഷേ ക്ഷേത്രത്തിൽ ഒരു പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗാനമേള നടത്തുമ്പോൾ അവിടെ ഏത് പാട്ട് പാടണമെന്ന് ക്ഷേത്രാധികാരികൾ ആദ്യമേ തന്നെ പറയാറുണ്ട്. ഇവിടെ നിങ്ങൾ പാടേണ്ടത് സിനിമാ ഗാനങ്ങളാണെങ്കിലും ഭക്തിരസ പ്രധാനമാകണം. ഇവിടെ നിങ്ങൾ പാടേണ്ടത് കീർത്തനങ്ങളാണ്. അതുകൊണ്ട് അതാണ് ആ ക്ഷേത്രത്തിലെ ഗാനമേളകൾക്കുള്ള പ്രത്യേകത. ഇപ്പൊ അത് പള്ളികളിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, മറ്റേ ഏത് ആരാധനാ കേന്ദ്രങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് അവിടെ ഭക്തിരസ പ്രധാനമായ സംഗീതം ഒഴുകേണ്ട ഒരു സ്ഥലത്ത്, പഞ്ചരത്ന കീർത്തനാലാപം ഉണ്ടാകേണ്ട ഒരു സ്ഥലത്ത് വിപ്ലവഗാനം ആലപിക്കുന്നത് അനൗചിത്യം എന്ന് മാത്രമല്ല അഹങ്കാരമാണ്. ആ അഹങ്കാരം എന്ന് പറയുന്നത് പേടിയില്ലായ്മ കൊണ്ടാണ്. ഞങ്ങൾ എന്തും ചെയ്യും, ഞങ്ങളെ ആരുണ്ട് നിയന്ത്രിക്കാൻ എന്നൊരു ചിന്ത വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കേൾക്കുകയേ നിവർത്തിയുള്ളൂ, അല്ലെങ്കിൽ ചെവി പൊത്തിയിരിക്കണം. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഇതിന്റെ കാരണക്കാരാണ് ഈ പോലീസുകാർ ഇത്രയും കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് ഇത് കേൾക്കുകയാണ്. ഈ പോലീസുകാർക്ക് അറിഞ്ഞൂടെ ഈ സംഭവത്തെ കുറിച്ച്? എന്തുകൊണ്ടാണ് പോലീസുകാരെ അക്കാര്യത്തിൽ തീരുമാനം എടുക്കാത്തത്? എന്തുകൊണ്ടാണ്? അപ്പൊ ഈ വക കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ നിയമപാലകര്, കോടതി വിധികള് ഇതെല്ലാം അവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരാണ്? ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയുമാണ്. സാധാരണഗതിയിൽ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ഇക്കാര്യത്തിൽ നിഷ്കർഷത പുലർത്തേണ്ടത് ഉണ്ടാകില്ല. ഇപ്പൊ കടയ്ക്കലുണ്ടായപ്പോ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞത് നടപടിയെടുക്കും, ഇനി ഉണ്ടാകില്ലെന്നൊക്കെയാണ്. ഇത് തൊട്ട് തന്നെ അദ്ദേഹത്തിന്റെ ജില്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ, കൃഷ്ണരാജ് പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലാണല്ലോ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രശാന്തിന്റെ വീട് തിരുവനന്തപുരത്തല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ വീണ്ടും ആവർത്തിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? അപ്പം ഭരിക്കുന്ന പ്രശാന്തിനെ ടെലിഫോൺ ലൈനിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ദേവസ്വം ബോർഡ് ക്ഷേത്രമാണോ എന്ന് ഇനിയും അറിയില്ല, അതവിടെ നിൽക്കട്ടെ. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ഒരു വട്ടം പാടി, അത് വലിയ വിവാദമായി, പ്രതിഷേധങ്ങൾക്കിടയാക്കി, കോടതി കയറി, കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തു, അലോഷി 1-ാം പ്രതിയായി. ആസ്വാദകർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പാടിയത്, എനിക്ക് പാടേണ്ട കാര്യമില്ലെന്നറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞതാണ്. എന്നിട്ട് വീണ്ടും CPM ഭരിക്കുന്ന അല്ലെങ്കിൽ CPM ഭരണസമിതി നിലകൊള്ളുന്ന ഒരു ക്ഷേത്രത്തിൽ വന്ന് ലാൽ സലാം പാടുകയാണ്. അതായത് മനഃപൂർവ്വം അലോഹ്യമുണ്ടാക്കുന്നു അല്ലേ? അപക്വമായ ചിന്തയുടെ ഉടമസ്ഥന്മാർ കാണിക്കുന്ന ഒരുതരം പേക്കൂത്ത് എന്ന് വളരെ ലഘുവായി അതിനെ നിർവചിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്തോ ഒരു അത്ഭുത കാര്യമാണെന്നും ഇതുവഴി രാജ്യത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വളർത്തിക്കളയാമെന്നും ചിന്തിക്കുന്ന
ഒരു വിവേകശൂന്യമായ ചിന്താധാരയുള്ള ചില ആളുകളുടെ മസ്തിഷ്കത്തിൽ നിന്ന് ഉദിച്ചു വന്നിട്ടുള്ള ഒരു ചെറിയ കാര്യമായിട്ടാണ് ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ ഭൂമികയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നല്ല വളർച്ചയുണ്ടായിട്ടുണ്ട്. ആ വളർച്ച ഇതുപോലെ ക്ഷേത്രാങ്കണത്തിൽ ഒരു പാർട്ടി ഗാനങ്ങൾ പാടിയത് കൊണ്ടല്ല എന്നും ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ തൊട്ടുരുകി രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു എന്നതുകൊണ്ടാണെന്ന് തലമുതിർന്ന നേതാക്കളെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയാത്ത കുറേ ആളുകൾ ഞങ്ങളിങ്ങനെ പാട്ടുപാടിയാൽ ആ പാട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുള്ളുന്നവരൊക്കെ ഇടതുപക്ഷക്കാരാകുമെന്ന മൗഢ്യത്തിൻ്റെ ഒരു ചിന്തയിൽ നിന്നാണ് ഇത്തരം അപക്വമായ തീരുമാനങ്ങൾക്ക് വശംവദരാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞു കേൾക്കുന്നൊരു പഴമൊഴിയുണ്ടല്ലോ, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് പറയുന്ന ആ വേർതിരിവിനെ അംഗീകരിക്കാൻ കഴിയാത്തവർ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയാത്തവർ കാണിക്കുന്ന ഒരു തരം പേക്കൂത്ത് എന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയാം. എന്തോ ചില വലിയ കാര്യങ്ങൾ, എന്തോ ചില വസ്തുതകൾ, ക്ഷേത്രാങ്കണത്തിൽ ഉയർത്തപ്പെടുന്ന ക്ഷേത്ര പതാകകൾ, കൊടികൾ, എന്തെങ്കിലും അതിനെക്കുറിച്ചുള്ള നോമൻക്ലേച്ചർ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അതിന് പകരം ഏതെങ്കിലും ഒരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ നേതാവിൻ്റെ ചിത്രം വെച്ച പതാകകൾ അല്ലെങ്കിൽ കൊടികളോ ഉയർത്തിയാൽ ആ സമൂഹം ഒന്നാകെ അതിലേക്ക് മാറപ്പെടും എന്നൊക്കെ വിചാരിക്കുന്നത് ഒരു തെറ്റായ ചിന്തയാണ്. ആ ചിന്ത ഉണ്ടാക്കിയെടുക്കാതിരിക്കണമെങ്കിൽ എല്ലാവരും വളരെ മാന്യമായ രീതിയിലുള്ള ഒരു പ്രതികരണവും രീതിയും അനുവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങിപ്പോൾ പറയുന്നതൊക്കെ ഒരു തിരുത്തൽ ശക്തിയായി തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു. കാരണം അങ്ങ് പൂർണ്ണമായും ഒരു ഇടത് മനസ്സുള്ള ആളല്ല എന്ന് അറിയാം. പക്ഷേ LDF-ലാണല്ലോ അങ്ങ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും അങ്ങയിൽ നിന്ന് എന്തെങ്കിലും അനുകൂലമായി ഇടതിന് അനുകൂലമായതുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ല. അങ്ങ് ആവർത്തിച്ച് പറയുന്നുണ്ട് അതൊരു പേക്കൂത്താണ്, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത് ഇങ്ങനെയല്ല, പാർട്ടിക്കല്ലെങ്കിലും ഇവിടെ അടിവേരുണ്ടായിരുന്നു, അതിങ്ങനെ ഉണ്ടാക്കിയെടുത്തതല്ല എന്നങ്ങ് കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ പ്രിൻറ്റു മഹാദേവ്, ഈ അലോഷിക്കിത് എന്തിൻ്റെ കേടാണ്? സത്യത്തിൽ ഈ അലോഹ്യം മാത്രമല്ല ഉണ്ടാക്കുന്നത്, സമൂഹത്തിൽ വലിയ രീതിയിലുള്ള സ്പർദ്ധയും വിഭാഗിതയും ഒരു സാമൂഹികമായിട്ടുള്ള ശല്യമായിട്ട് ഈ അലോഷിയും സംഘവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹൈന്ദവ ആരാധനാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് DYFIയും CPM-കാരും അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്ര സമിതികളുമൊക്കെ തന്നെ ഇവിടുത്തെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും നശിപ്പിക്കാനും പരിപാവനമായിട്ടുള്ള ക്ഷേത്രാങ്കണങ്ങളെ കലാപഭൂമിയാക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൈന്ദവ ആരാധനാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം എന്ന് പറയുന്നത് ഈ പ്രപഞ്ച ശരീരത്തിൻ്റെയും ദൃഷ്ടി ശരീരത്തിൻ്റെയും പ്രത്യക്ഷമായിട്ടുള്ള മാതൃകാ രൂപമായിട്ടാണ് ഹൈന്ദവ വിശ്വാസികൾ കാണുന്നത്. അങ്ങനെയുള്ള പവിത്രമായിട്ടുള്ള ഒരു പ്രദേശത്തെ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്നത് സ്വാഭാവികമായിട്ട് അവിടെയുള്ള ക്ഷേത്ര സമിതിയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ദേവസ്വം സമിതികളും ഒക്കെ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇത് കേവലം ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു വിഷയമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. കാരണം CPM തന്നെ ആസൂത്രിതമായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. ആ പദ്ധതികളുടെ ആദ്യത്തെ ഭാഗമായിരുന്നു ഈ ക്ഷേത്ര സമിതികൾ പിടിച്ചെടുക്കുക. 2, ആരാധനാലയ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇടപെടുക. 3, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പരമപ്രധാന ഉത്സവങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ഉറപ്പിക്കുക. ആ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ഉറപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്ത് വെച്ചു കഴിഞ്ഞാൽ ഇവരുടെ
കൊടിതോരണങ്ങളും അതുപോലെ തന്നെ ഈ കഞ്ചാവിന്റെയും വിഷമം വിൽക്കുന്ന ഒരു മാതൃകാരൂപമായിട്ടുള്ള ചെഗുവേരയെ പോലെയുള്ള ആളുകളെ കൊടിതോരണമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് ക്ഷേത്രാങ്കണത്തെ, പരിപാവനമായ ക്ഷേത്രാങ്കണത്തെ മലീമസപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ ആസൂത്രിതമായിട്ട് കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായിട്ടുള്ള ഒത്താശ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ടില്ല. എന്തിനാണ് ഇത്ര ഹൈന്ദവ വിരോധം ഇവർ കാണിക്കുന്നത്? ഇപ്പൊ കേരളത്തിൽ എല്ലാ മതവിഭാഗങ്ങളും വിശ്വാസങ്ങളുടെ ഭാഗമായ ആചാരങ്ങളും വിവിധ തരത്തിലുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും നടത്തുന്നുണ്ട്. അവിടെയൊന്നും ഇല്ലാത്ത തരത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആരാധനാലയങ്ങളെയും മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ആദരണീയനായിട്ടുള്ള സുരേഷ് ബാബു സാർ കൃത്യമായിട്ട് CPM നേതൃത്വത്തെയും DYFI ഒക്കെ പച്ചയ്ക്ക് തള്ളി പറഞ്ഞത് തന്നെ അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന് നന്ദി എന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ഇതൊരു സാമൂഹിക പ്രശ്നമായിട്ട് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തന്നെ നോക്കൂ നിങ്ങൾ, ഈ കഴിഞ്ഞ നമ്മളുടെ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട രക്തകണ്ഠേശ്വര ക്ഷേത്രത്തിൽ അവിടെ ഒരു കാവി പതാക, ആ കാവി പതാകയിൽ എഴുതിയത് ഓം ശ്രീ രക്തകണ്ഠേശ്വര നമഃ എന്നുള്ള ഒരു മന്ത്രമായിരുന്നു. കാവി ആയതിന്റെ പേരിൽ അതിനെ പരാതി കൊടുത്തുകൊണ്ട് കാവിക്കൊടി ഒഴിപ്പിക്കുകയും അതിനെതിരെ കേസ് കൊടുക്കുകയും ഒരു പക്ഷത്ത് നടക്കുന്നു. അതേസമയത്ത് തന്നെ ചെങ്കൊടിയും ചെഗുവേരയും അടങ്ങുന്ന പടങ്ങൾ പിടിച്ചും ഫ്ലെക്സ് പിടിച്ചുകൊണ്ട് ക്ഷേത്രാങ്കണങ്ങളെ ഇത്തരത്തിലുള്ള മലീമസപ്പെടുത്താനുള്ള ശ്രമങ്ങളുമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാറുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രത്യേക സമുദായത്തിന് നേരെയുള്ള കുതിര കയറാനുള്ള ഒരു അവസരമായിട്ട് ഈ ക്ഷേത്രാങ്കണങ്ങളെയും അതുപോലെ ഉത്സവങ്ങളെയും കാണുന്നത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട്. കാരണം നോക്കൂ, നമ്മൾ ഇവരെപ്പോഴും പറഞ്ഞ ഒരു ക്ഷേത്രം നശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത്രയും അന്ധവിശ്വാസങ്ങൾ നശിക്കുമെന്ന് പറഞ്ഞ C. കേശവന് ഒത്താശ പാടിക്കൊണ്ട് ആ മുദ്രാവാക്യം കേരളത്തിൽ ആകമാനം പറഞ്ഞു നടന്ന ആളുകളാണ് DYFI-ക്കാരും SFI-ക്കാരും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതുപോലെ പൂക്കാസ പോലെയുള്ള ആളുകൾ. പക്ഷെ പിന്നീട് നമ്മൾ കേരളത്തിൽ മനസ്സിലാക്കണം, 1960-കളിലും 70-കളിലും ഒക്കെ ഇന്ന് നാം ഈ കേരളത്തിൽ കാണുന്ന ക്ഷേത്രങ്ങളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന് പ്രധാനപ്പെട്ട അവകാശം ഇവിടുത്തെ RSS പോലെയുള്ള ക്ഷേത്ര സംരക്ഷണ സമിതി പോലുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനമാണ്. നോക്കൂ, മണ്ണ് മൂടി കടന്നിരുന്ന, കാട് പിടിച്ച് കടന്നിരുന്ന, അന്ത്യത്തിരി കത്തിക്കാൻ വകയില്ലാത്ത ക്ഷേത്രങ്ങളെ ഇന്ന് നാം ഈ കാണുന്ന രീതിയിലുള്ള ക്ഷേത്രാചാരങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും ഈ പറയുന്ന ദേവസ്വങ്ങൾക്കൊക്കെ പിടിച്ചെടുക്കാനുള്ള ക്ഷേത്രങ്ങളാക്കി മാറ്റുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങൾ RSS-ഉം അതിനോട് ചേർന്ന് നിൽക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമാണ്. അന്നൊന്നും ഒരാളെയും അതിന് പരിസരത്തേക്ക് കണ്ടിട്ടില്ല. അന്ത്യത്തിരി കത്തിക്കാൻ വേണ്ടി വകയില്ലാത്ത സമയത്ത് അവിടെ ഒരു 100 രൂപയ്ക്ക് എണ്ണ കത്തിച്ചുകൊണ്ട് അവിടെ ഒരു തിരി തെളിക്കാൻ ഒരു DYFI-ക്കാരനെയും SFI-ക്കാരനെയും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആളുകളെയും കണ്ടിട്ടില്ല. അപ്പൊ കേരളത്തിലെ സാമൂഹിക നവോത്ഥാനങ്ങളുടെ ഭാഗമായിക്കൊണ്ട്, സാംസ്കാരികമായിട്ടുള്ള ആത്മീയ ഉണർവുണ്ടായതിന്റെ ഭാഗമായിക്കൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള മുന്നേറ്റം, ആ മുന്നേറ്റം ഉണ്ടായ സമയത്താണ് ഈ ക്ഷേത്രങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ ഇവർക്ക് മനസ്സിലായി, ഇവരുടെ DYFI-യുടെയോ CPM-ന്റെയോ പരിപാടിക്കൊന്നും വന്നു കഴിഞ്ഞാൽ കൊടി പിടിക്കാൻ ആളില്ല. അപ്പൊ ആളുകളുള്ള സ്ഥലത്ത് വന്നുകൊണ്ട് DYFI-യുടെയും ചെഗുവേരുടെയും കൊടി പിടിക്കുക എന്നുള്ള ഒരു പ്രത്യശാസ്ത്രപരമായുള്ള പാപ്പരത്വത്തിലേക്ക് കൂടിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാറിയിട്ടുള്ളത്. ഇത് അങ്ങേയറ്റം അക്ഷന്യവുമായ തെറ്റും അതോടൊപ്പം തന്നെ ജനകീയമായ പ്രതിരോധം ഇതിനെതിരെ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ക്ഷമയ്ക്കുമില്ലേ അതിന്? കേരളത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഇടതു ഭരണ സമിതിയാണ് ക്ഷേത്രത്തിൻ്റെത് എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണ്. അതായത് ഈ ക്ഷേത്രങ്ങളിലൂടെ CPM ഉന്നം വെക്കുന്നത് എന്താണ്? അതായത് ക്ഷേത്രങ്ങളിലൂടെ CPM മാത്രമല്ല, ഇവിടെ സംസാരിക്കുന്ന നമ്മുടെ സുഹൃത്ത് പ്രിന്റുവിന്റെ പാർട്ടിയായ BJP-യും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതില് ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞാൽ, ഞാനൊരു പത്രപ്രവർത്തകനാണ്, ഒരു കോൺഗ്രസ് പക്ഷം എനിക്കുണ്ടെന്നുള്ളത് ശരിയാ. ശ്രീ സുരേഷ് ബാബു എത്രയോ വർഷങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖനാണ്. അതായത് ഏതെങ്കിലും കാലത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും സംഘടനയോ പ്രവർത്തകരോ ഈ ക്ഷേത്രങ്ങളിൽ കടന്നു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. കാരണം കോൺഗ്രസ് എല്ലാ കാലത്തും പറഞ്ഞിരുന്ന അവരുടെ ചിന്താഗതി നിന്നുകൊണ്ട് അവർ ക്ഷേത്രത്തെയും പള്ളികളെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മള് CPM-ന്റെ ഭരണസമിതിയാണോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭരണസമിതിയാണോ എന്നുള്ളതല്ല പ്രശ്നം. ഒരു ക്ഷേത്ര ക്ഷേമ സമിതി അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റി അവിടെ ഒരു പരിപാടി നടത്തുമ്പോൾ സാധാരണ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ അവർ തീരുമാനിക്കും ആര് പാടണം, എന്ത് പാടണം, അല്ലെ എന്ത് കളിക്കണം. ഇതൊക്കെ തീരുമാനിച്ച് നോട്ടീസ് അടിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കും. അപ്പൊ ആ നോട്ടീസ് കണ്ടിട്ടാണ് ആളുകൾ ഈ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ ഒരാൾ പാടുന്നു എന്ന് പറഞ്ഞാൽ ആ ആള് പാടുന്നത് ഇന്ന പാട്ടായിരിക്കണം എന്ന് ആർക്കും അറിയില്ലല്ലോ. അപ്പൊ അത് കേൾക്കാൻ ചെല്ലുമ്പോൾ ആ വേദിയിൽ മറിച്ചൊരു പാട്ട് പാടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് നേരത്തെ ശ്രീ സുരേഷ് ബാബു പറഞ്ഞതുപോലെ ഒരു മറ്റേ എന്താ പറയാ വങ്കത്തരമുള്ള ചിന്ത കൊണ്ടുണ്ടാകുന്നതല്ല, അത് ചിലപ്പോൾ മനഃപൂർവ്വമാണ്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ജില്ലയിലെ ഭാഗത്താണല്ലോ RSS നേതാവിന്റെ ചിത്രം ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത്. അതും തെറ്റ് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ട് അതായത് ഉദാഹരണമായിട്ട് പറഞ്ഞതുകൊണ്ട് അപ്പൊ ഒന്നിനെ മറികടക്കാൻ മറ്റൊന്നിനെ കൊണ്ട് പറ്റില്ലല്ലോ.
ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ശ്രീ പ്രിന്റൂടെ പറഞ്ഞ അന്തിത്തിരി കത്തിക്കാത്ത ക്ഷേത്രങ്ങളിലെ RSSന്റെ പ്രവർത്തനം കൊണ്ടാണെന്ന് അങ്ങനെയൊക്കെ അത് അവർക്ക് വിശ്വസിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഏത് നാട്ടിലാണെങ്കിലും ആ ക്ഷേത്രത്തിന്റെ കമ്മിറ്റികളിലും ഭരണസമിതികളിലും ആരൊക്കെ ഉണ്ടാവും നമുക്കറിയാം. സാമൂഹ്യ ഹിന്ദു സമുദായ സംഘടനകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ നാട്ടിലെ പൗരപ്രമുഖരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികളിൽ പ്രവർത്തിക്കുന്ന വിശ്വാസികളായ പ്രവർത്തകർ, കമ്മ്യൂണിസ്റ്റുകളായാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും അതിലുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു 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 കമ്മിറ്റികളാണ് ഇതൊക്കെ കൊണ്ടു നടക്കുന്നത്. പക്ഷേ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് ഈ BJPയുടെ ഒരു മറ്റേ രാഷ്ട്രീയ പ്രസ്ഥാനം കേന്ദ്രം ഭരിച്ചതിന് ശേഷം തുടങ്ങിയ ശേഷം ഇവിടെ മറ്റു കക്ഷികൾക്ക് ഹിന്ദുക്കളുടെ വോട്ട് മുഴുവൻ അവർ കൊണ്ടുപോകുമോ എന്നൊരു ഭയമുണ്ട്. അപ്പൊ ആ ഭയത്തിന്റെ അടിസ്ഥാനത്തില് കമ്മ്യൂണിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാല് ക്ഷേത്രം പിടിച്ചെടുക്കാൻ ശ്രമിക്കുക, എന്ന് വെച്ചാൽ ക്ഷേത്ര കമ്മിറ്റികൾ കയറാൻ ശ്രമിക്കുക. ഇപ്പൊ തൃശ്ശൂരിലത്തെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് ശ്രീ വടക്കുംനാഥ ക്ഷേത്രം. ശ്രീ വടക്കുംനാഥ ക്ഷേത്രം തൃശ്ശൂർ പൂരവുമായിട്ട് ആ ക്ഷേത്രത്തിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലെങ്കിലും ആ വടക്കുംനാഥ സന്നിധിയിലാണ് പൂരം നടക്കുന്നത്. ആ ക്ഷേത്രത്തിന്റെ ഭരണസമിതിയിലെ CPMന്റെ നേതാക്കൾ കടന്നു കയറിയിട്ടുണ്ട് കഴിഞ്ഞ 2-3 വർഷം മുമ്പ്. അതിന്റെ ഒരു പരിണത ഫലം എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് ഒരു 4-5 വർഷം മുമ്പുള്ള ഒരു 6-7 വർഷമായിട്ടുണ്ടാവും, ഒരു പൂരക്കാലത്ത് അവിടെ ശ്രീമൂല സ്ഥാനത്ത്, അത് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ മുമ്പില് ഉള്ള സ്ഥലം, അവിടെ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. തൃശൂർ പൂരത്തിന് സാമ്പത്തിക സഹായം അനുവദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യങ്ങൾ. നോക്കൂ, തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാല് ഇവിടെ ഇരിക്കുന്നവരുടെ പ്രിന്റൂര് കൂടുതൽ നന്നായിട്ട് അറിയാം, കാരണം ഞങ്ങൾക്ക് തൃശ്ശൂർക്കാരാണ്. തൃശ്ശൂർ പൂരം എന്ന് വെച്ചാല് ജനങ്ങൾ നടത്തുന്ന ഒരു ആഘോഷമാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിന് പങ്കില്ല, ഒരു രാഷ്ട്രീയ കക്ഷിക്കും പങ്കില്ല. കാലാകാലങ്ങളിൽ ഭരിക്കുന്ന ഗവൺമെന്റ് ആ പൂരം ഭംഗിയായിട്ട് നടത്താനുള്ള ഒത്താശ ചെയ്തു കൊടുക്കും. അത് പ്രധാനപ്പെട്ട എന്താണെന്ന് അറിയാമോ? 1 പോലീസ്, 2 കുടിവെള്ളം. വാട്ടർ അതോറിറ്റിക്കും പോലീസിനുമാണ് മുഖ്യമായ കടമയുണ്ടായിരുന്നത് പൂരത്തിന്റെ കാര്യത്തിൽ പണ്ട് വർഷങ്ങളോളം. പിന്നെ അത് പോലീസിന്റെ കയ്യിലേക്ക് പൂരത്തിന്റെ ചടങ്ങുകളൊക്കെ മറ്റേ സംഘാടനത്തിന്റെ പാതി ഭാഗം എത്തി, പാസ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തി. അന്ന് തൃശ്ശൂരിലത്തെ പ്രമുഖ പത്രപ്രവർത്തകനായിരുന്ന മരിച്ചുപോയ CV അച്യുത വാര്യർ പൂരത്തെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു 1/4 നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം എക്സ്പ്രസ് പത്രത്തിന്റെ മുഖപ്രസംഗം എഴുതി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത് വായിച്ചത്. അതായത് പൂരത്തിന്റെ നിയന്ത്രണം പോലീസിൽ ഏൽപ്പിച്ചാൽ ഭാവിയിൽ ദോഷമാകുമെന്ന്. കൃത്യമായിട്ട് ദോഷമായിട്ട് സംഭവിച്ചു. അപ്പൊ എന്താണ്, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും 8 ദേവസ്വങ്ങളും ചേർന്ന് നടത്തുന്ന ഒരു ആഘോഷമാണ് തൃശ്ശൂർ പൂരം. അവിടെ ഇന്നിപ്പോ സംസ്ഥാന മന്ത്രിമാരെ പറയാണ് പൂരം ഗംഭീരമാക്കും. ഇവർക്ക് എന്താ അധികാരമില്ലേ? പൂരം ഗംഭീരമാക്കുന്നത് ദേവസ്വം കമ്മിറ്റികളും ജനങ്ങളും കരക്കാരും ദേശക്കാരും ഒക്കെയാണ്. മന്ത്രിമാർക്കൊന്നും ഒരു പങ്കുമില്ല. അത് കേന്ദ്രമന്ത്രിയാണെങ്കിലും കേരള മന്ത്രിയാണെങ്കിലും. വെടിക്കെട്ട് എല്ലാ സഹായം ചെയ്യും. പറ്റില്ല. വെടിക്കെട്ടിന് ചില നിയമസംഹിതയുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും. അത് മാറ്റാനൊന്നും ആർക്കും പറ്റില്ല. അത് കോൺഗ്രസിനും പറ്റില്ല, BJPക്കും പറ്റില്ല. അതൊക്കെ ജനങ്ങളുടെ സുരക്ഷാപരമായ കാര്യങ്ങളാ. പക്ഷെ ഇതൊക്കെ ഗംഭീര വെടിക്കെട്ടെ എന്ന് പറയുന്നതൊക്കെ കഴിഞ്ഞിട്ട് കാലം എത്രയായി? എന്നിട്ട് ഇപ്പോഴും മന്ത്രിമാർ വന്ന ഇക്കൊല്ലത്തെ പൂരം ഞങ്ങൾ ഗംഭീര എന്തടിസ്ഥാനത്തിലാ? തിരുവമ്പാടിയും പാറമേക്കാവുമാണ് സുഹൃത്തുക്കളെ പൂരം നടത്തുന്നത്. അതിൽ 8 ക്ഷേത്രങ്ങളും. ഒരു മന്ത്രിക്കും ഒരു കേന്ദ്രമന്ത്രിക്കും ഒരു കോൺഗ്രസ് നേതാവിനും ഒരു കോൺഗ്രസ് MPക്കും ഒന്നും അവിടെ പങ്കില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്ന ഈ 21ാം നൂറ്റാണ്ടിലെ നവോത്ഥാന കേരളത്തിൽ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ? കൃഷ്ണനായ ചോദിച്ച ചോദ്യമാണ്. കാരണം ഈ ക്ഷേത്രം പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ വോട്ട് കിട്ടുന്നത് ഒരു വോട്ട് പോലും കിട്ടില്ല. ഇപ്പൊ ഞാൻ അറിയാമല്ലോ, തൃശ്ശൂര് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ചു. സുരേഷ് ഗോപി ജയിച്ചപ്പോ എന്താ പറഞ്ഞത്? അത് പൂരം അലങ്കോലപ്പെടുത്തി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അങ്ങനെയാണോ? പൂരം അലങ്കോലപ്പെടുത്തുന്നുള്ള ശരിയാ. എന്താ കാരണം? പോലീസിന്റെ വിവരക്കേട്. ആ വിവരക്കേട് BJP ചൂഷണം ചെയ്യുന്നുള്ള ശരിയാ. അതുകൊണ്ട് അവർക്ക് എത്ര വോട്ട് കിട്ടിക്കാണും? പരമാവധി എത്ര വോട്ട് കിട്ടിക്കാണും തൃശ്ശൂർ പൂരത്തിന്റെ? അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് മാറ്റം. ഏത് പാർട്ടിയും രാഷ്ട്രീയമാക്കുന്നുണ്ട്. ഏത് പാർട്ടിയാലും അതിൽ മറ്റേ പിന്നാക്കം പോയിട്ടില്ല. പൂരമൊന്നും അല്ല. അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു മുൻഗണന കിട്ടി എന്നുള്ള സത്യമാണ്. അപ്പൊ അതുകൊണ്ട് ക്ഷേത്രങ്ങളെ പിടിച്ചാൽ, ക്ഷേത്ര കമ്മിറ്റിയിൽ കടന്നു കയറിയാൽ, ഉത്സവത്തിന്റെ മുമ്പില് ആനകൾക്ക് മുമ്പിൽ ആനകളെ നയിച്ചാൽ വോട്ട് കിട്ടുന്ന ധാരണയുണ്ട്. ഇപ്പൊ നാട്ടില് നല്ല തമാശയാണ് കേട്ടോ കൃഷ്ണരാജെ. കാരണം എന്തെങ്കിലും ഉത്സവം നടക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കൾ അതിന്റെ മുമ്പിൽ നടക്കുക. എന്താ കാരണം എന്ന് വെച്ചാല് ഈ നേതാവാണല്ലേ ഉത്സവം നടത്തുന്നത്. അപ്പൊ അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് പുള്ളി വരുമ്പോ ഒരു ഹിന്ദു വോട്ട് കിട്ടുവോ? കിട്ടില്ല. നമ്മുടെ കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരൻ ഹിന്ദു ആണെങ്കിൽ അവൻ കോൺഗ്രസിനെ വോട്ട് ചെയ്യുള്ളൂ. ഒരു BJPക്കാരെ ഹിന്ദുവിനെ BJPക്ക് വോട്ട് ചെയ്യുള്ളൂ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഹിന്ദു ആണെങ്കിലും മറ്റേ BJPക്ക് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുള്ളൂ.
ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ എന്താ വെച്ചാൽ നമ്മളത് ധാരണ വരുത്തുകയാണ്. ഇത് അപകടകരമെന്നല്ല, ഇതൊരു തമാശയാണിത്. അപ്പൊ ഈ തമാശ ഇവർ മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നം എന്താ വെച്ചാല് ഇത് സാമൂഹ്യ സംഘർഷത്തിന് വഴിവെക്കും. കാരണം നാളെ ഒരു ക്ഷേത്രാങ്കണത്തിൽ വന്നിട്ട് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പാർട്ടി അവർക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാൻ ശ്രമിച്ചാൽ സ്ഥിതി എന്താ? വലിയ ബുദ്ധിമുട്ടാണത്. അപ്പൊ ഇത് ഗവൺമെന്റ്, നേരത്തെ ശ്രീ സുരേഷ് ബാബു പറഞ്ഞ നിഷ്കളങ്കത എന്ന് പറഞ്ഞപ്പോൾ വങ്കത്തരം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ കാരണം ഇതിപ്പോ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ശ്രീ സുരേഷ് ബാബു, അങ്ങയുടെ പാർട്ടിക്ക് കൂടി പങ്കാളിത്തമുള്ള ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. അവർക്കത് തടയാൻ പറ്റാത്ത എന്തുകൊണ്ടാ? നടന്നോട്ടെന്ന് വെച്ചിട്ട് തന്നെയാണ്. ഇതിൽ കോടതി പിടിക്കണം, കോടതി ചെവിക്ക് പിടിച്ച് കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരണം, എന്നിട്ട് ശിക്ഷിക്കണം. എന്താ പറഞ്ഞാൽ കേൾക്കില്ലേ? കോടതിയെ വിലയില്ലേ? ഇതാണ് വേണ്ടത്. പോലീസ് എന്തായാലും കേസെടുക്കില്ലെന്നൊക്കെ വ്യക്തമായി. കാരണം ഇപ്പൊ മൂന്നാമത്തെ ഘട്ടമാണ്. ഇപ്പൊ കണ്ണൂർ ഞാൻ ആദ്യം പറഞ്ഞ അതുകൊണ്ടാണ് അവർ കൊടിയൊക്കെ ഉയർത്തിയിട്ട് ആ പാട്ട് പാടുകയാണ്. അപ്പൊ ഇങ്ങനൊക്കെ പാടുമ്പോൾ സത്യത്തിൽ നമുക്കിതൊക്കെ അമ്പലങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് ഒരു ധാരണയുണ്ട്. അവിടെ ആ അമ്പലങ്ങൾ എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിന് അതീതമാണ്, മതത്തിന് അതീതമാണ്. ഇവിടെ അമ്പലത്തിന്റെ പുറത്ത് അവിടെ ഉത്സവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാം. ആർക്ക് വേണേ പോയിട്ട് ചാടിത്തുള്ള കാവടി എഴുന്നള്ളിപ്പ്, ആർക്കും കാവടിക്കലേറ്റുന്നത് ചാടിത്തുള്ള. ആ കാവടിയിലൊരു പാർട്ടിയുടെ ചിഹ്നം പതിച്ചെടുത്ത അവസ്ഥ എന്താ? അപ്പൊ അവിടെ പ്രശ്നമാകും. അതാണ് പ്രശ്നം. കണ്ണൂർ കുറെ കാലമായിട്ട് PM സുരേഷ് ബാബു, അതായത് ഇതിങ്ങനെ തുടരുകയാണല്ലോ, പതിവായി നമ്മൾ കേൾക്കുകയാണല്ലോ. കലശം വരവിനിടെ കണ്ണൂരിൽ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നു. അതിനെ എതിർത്ത് സംസാരിക്കുന്ന നാട്ടുകാരെ കയ്യേറ്റം ചെയ്യുന്നു, പോലീസിനെ കയ്യേറ്റം ചെയ്യുന്നു. മുഴുപ്പിലങ്ങാട് സൂരജ് വധക്കേസിലെ പ്രതികളുടെ ചിത്രങ്ങൾ എഴുന്നള്ളിക്കുന്നു. ഉത്സവത്തിനിടെയാണ്. ഇന്നും കണ്ടു ചെഗുവേരയുടെ ചെങ്കൊടി ഉയർത്തിക്കാട്ടി ലാൽസലാമെന്ന് ക്ഷേത്രാങ്കണത്തിൽ പറയുന്നത്, പാടുന്നത്. അലോഷി ഒരു തെറ്റ് ചെയ്തു, അത് കോടതി നിർദ്ദേശിച്ച പ്രകാരം കേസെടുത്തു, പിന്നെയും അതേ തെറ്റ് ആവർത്തിക്കുന്നു. അപ്പോൾ അലോഷി പാടുന്നതാണെങ്കിലും അലോഷിയെ കൊണ്ട് പാടിപ്പിക്കുന്നതാണെങ്കിലും കലശം വരവിനിടെ ഇൻകുലാബ് വിളിക്കുന്നതും ചെങ്കൊടി ഉയർത്തിക്കാട്ടുന്നതും ചെഗുവേരയ്ക്ക് സിന്ദാബാദ് വിളിക്കുന്നതും ലാൽസലാം പാടുന്നതുമൊക്കെ CPM-ന് അങ്ങ് നേരത്തെ പറഞ്ഞു വന്നതിന് തുടർന്ന് പറയാനുള്ള ഒരു ചോദ്യമാണ്. CPM-ന് നേട്ടമാണോ വലിയ തിരിച്ചടിയാണോ ഉണ്ടാക്കുന്നത്? ഞാനിപ്പോൾ ഈ കാര്യത്തിൽ ഇവിടെ സംസാരിച്ചപ്പോൾ ശ്രീകുമാർ സംസാരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോഴാണ് അദ്ദേഹത്തിലേക്ക് പിന്നെ പോയത്. അദ്ദേഹം സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു 90% നമ്മുടെ സമൂഹം കൈവരിക്കേണ്ടുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ പുലരേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു അപക്വമായ തീരുമാനമാണ്, അപക്വമായ പരിപാടിയാണെന്നൊക്കെ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത് ആവർത്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും, അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു, RSSൻ്റെ നേതാവിനെ എഴുന്നള്ളിക്കുന്നതും ഇത് ചെഗുവേരയെ പതാകയിൽ കൊണ്ടുപോകുന്നതും ഒന്നും ജനങ്ങളെ വശീകരിക്കാൻ പ്രാപ്യമായ അല്ലെങ്കിൽ പ്രാപ്തമായ ഒരു നടപടിക്രമമല്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അവർക്കൊക്കെ അവരുടെ മനസ്സിൽ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ ചിന്തയുണ്ട്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയാണ് ഇപ്പോൾ തൽക്കാലം കുറച്ചു കാലത്തേക്ക് ഒരു 5 വർഷത്തേക്ക് അധികാരത്തിലേറ്റേണ്ടതിനെ കുറിച്ച് 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കുട്ടികളിൽ പോലും അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളെ ഒരു പദം കൊണ്ട് അല്ലെങ്കിൽ ഒരു എഴുന്നള്ളിപ്പ് കൊണ്ട് മാറ്റിക്കളയാമെന്ന് വിചാരിക്കുന്നത് തെറ്റായ ഒരു ധാരണയാണ്. അല്ലെങ്കിൽ ആ ധാരണ ഒരിക്കലും ശരിയാകുന്ന ഒരു വസ്തുതയുമല്ല. ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ഗവൺമെൻറ്റിന് എത്രത്തോളം ഇതിൽ ഇടപെടാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ക്ഷേത്രാങ്കണത്തിന് പുറത്ത് നടത്തുന്ന പരിപാടികളിൽ പാട്ടുകച്ചേരിക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്ന പാട്ട് പാടണം, ഇന്നത് പാടരുത് എന്ന് പറയാൻ ഒരു ഭരണാധികാരിക്ക് പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. പറ്റുമെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലത്, ഇന്ന പാട്ടുകളെ പാടാൻ പാടുള്ളത്. പക്ഷേ ശ്രീകുമാർ തന്നെ പറഞ്ഞു, ഒരു ക്ഷേത്ര കമ്മിറ്റി അവരുടെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പൊതുപരിപാടികൾ എല്ലാവർക്കും, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒക്കെ പങ്കെടുക്കാൻ കഴിയുന്ന പരിപാടികളിൽ ഇന്ന കാര്യത്തിലുള്ള നിഷ്കർഷ പ്രകടിപ്പിക്കണം എന്ന് ആ കമ്മിറ്റിക്ക് പറയാം. കമ്മിറ്റി അതിൽ ഉറച്ചു നിൽക്കാം. കമ്മിറ്റി അതിൽ നിന്ന് വയലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവരുടെ നിർദ്ദേശത്തിന് വയലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, മാറ്റം വന്നു കഴിഞ്ഞാൽ
ആ പരിപാടി അവിടെ നിർത്തിപ്പിക്കാൻ സാധിക്കേണ്ടതാണ്, സാധിക്കും. അല്ലെങ്കിൽ അവർക്കതിനുള്ള അധികാരവും അവകാശവുമുണ്ട്. അതിന് തയ്യാറാവാത്ത പക്ഷം അധികാരി വർഗം, പോലീസ്, റവന്യൂ അധികാരികൾ തുടങ്ങിയവരെ വിളിച്ചു കൊണ്ടുവരാനും അവരെ കൊണ്ടത് നടത്തിപ്പിക്കാനും ആ ക്ഷേത്ര സമിതികൾക്ക് അധികാരങ്ങളുണ്ട്, അവകാശമുണ്ട്, ചുമതലയുമുണ്ട്. അത് നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷേത്ര സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ച തന്നെയാണ്, അത് പരിശോധിക്കേണ്ടതുമാണ്. അങ്ങനെ ഈ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം ഒരു പാർട്ടി തീരുമാനമായി ഞാനിത് കാണുന്നില്ല. എനിക്കതിനെക്കുറിച്ച് വളരെ വ്യക്തമായ അറിവും ധാരണയുമുണ്ട്. ഒരിക്കൽ പോലും അത് ഒരു പാർട്ടി അങ്ങനെ അങ്ങ് തീരുമാനിച്ച് നിങ്ങൾ ക്ഷേത്രത്തിൽ ചെഗുവേരയുടെ ചിത്രം വേണം, അല്ലെങ്കിൽ BJP-ക്കാർ അവിടെ RSS നേതാവിൻ്റെ പടം എഴുന്നള്ളിക്കണമെന്ന് ആ BJP-യും തീരുമാനിച്ചിട്ടില്ല. ഇപ്പുറത്ത് ചെഗുവേരയുടെ പതാകയും കൊണ്ട് പോകണമെന്ന് CPM-ഉം തീരുമാനിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുതന്നെയാണ് അവിടെ നേരത്തെ ഉള്ള പോലെ തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ട് പാർട്ടിയുടെ അടിത്തറ വിപുലപ്പെടുത്താൻ സാധിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങൾ അതിലെല്ലാ പാർട്ടികളും ഉണ്ട്. കോൺഗ്രസ് പാർട്ടിയുണ്ട്, BJP ഉണ്ട്, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, മറ്റ് പല പാർട്ടികളും ആ അടിത്തറ വികസിപ്പിക്കാൻ ജനങ്ങളിലേക്കാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അതല്ലാതെ ക്ഷേത്രാങ്കണത്തിലുള്ള പാട്ടിലൂടെ, കഥകളിയിൽ, മറ്റു കാര്യങ്ങളിലൂടെ വികസിപ്പിച്ചെടുത്ത് കളയാം തങ്ങളുടെ പാർട്ടിയുടെ അടിത്തറ എന്ന് വിശ്വസിക്കുന്നവർ ഒരു തരം വിഡ്ഢിത്തരമാണ്. അത് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. മറ്റൊന്ന്, ഒരു പഴയ കാലഘട്ടങ്ങളിലെ കഥകളി പോലെ, അതല്ലെങ്കിൽ നമ്മുടെ പാട്ടുകൾ, നല്ല നല്ല ഭക്തി ഗാനങ്ങൾ, ഇതൊക്കെ ആലപിക്കുമ്പോഴൊക്കെ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ആനന്ദം, ആ ആനന്ദത്തിനാണ് പാട്ടുണ്ടാകേണ്ടത്. ആനന്ദത്തിന് പകരം അലോഗ്യമുണ്ടാക്കുക എന്ന അങ്ങയുടെ ക്യാപ്ഷനെ ഞാൻ അംഗീകരിക്കുന്നു. അലോഗ്യമുണ്ടാക്കുന്ന പാട്ടുകൾ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആനന്ദത്തിൻ്റെ നിർവൃതിയിൽ ആറാടാൻ കഴിയുന്ന ഒരു ജനസമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ് ഗാനങ്ങൾ കൊണ്ട്, പാട്ടുകൊണ്ട്, ആ പാട്ട് പാടുന്ന വ്യക്തികളെ കൊണ്ടൊക്കെ ക്ഷേത്രോത്സവങ്ങൾ എപ്പോഴും ഒരുപക്ഷെ ഭക്തിയുടേതാവാം, അല്ലെങ്കിൽ കൂടിച്ചേരലിൻ്റെതാവാം, അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിൻ്റെതാവാം, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരിടത്ത് വന്ന് ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാൻ, ആനന്ദിക്കാൻ, ആസ്വദിക്കാൻ ഉള്ള ഒരിടമാണ് അത്. ആ ഇടത്തെ എന്തിന് രാഷ്ട്രീയവൽക്കരിക്കുന്നു? അല്ലെങ്കിൽ തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രോത്സവങ്ങൾ, ക്ഷേത്ര പരിപാടികൾ ഒന്നും രാഷ്ട്രീയവൽക്കരിക്കപ്പെടാൻ പാടില്ല എന്ന്. അത് തന്നെയാണ് സർക്കാരിൻ്റെയും നയം അതാണ്. പക്ഷേ സുവമോട്ടോ അതിൽ ഇടപെടാൻ കഴിയാത്തത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗവും കൂടിയായിട്ടുള്ള ചില വിഷയങ്ങൾ ആവിഷ്കരിക്കുന്നതാണ്. പക്ഷെ അവിടെ ശ്രദ്ധ ഉണ്ടാകേണ്ടുന്നത് ക്ഷേത്ര കമ്മിറ്റി, ക്ഷേത്ര പരിപാലന കമ്മിറ്റി, ആ നാട്ടിലെ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരെയൊക്കെ വിളിച്ചിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തിയെടുക്കാനുള്ളൊരു ശ്രമം നടത്തണം. അതുവഴി ലംഘിക്കപ്പെടുന്ന ആ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാക്കി അതുവഴി ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഭരണാധികാരികളെ ഇടപെടുവിക്കുന്നതായിരിക്കും ഉചിതം. അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പാട്ടിൻ്റെ പേരിൽ ഒരു കേസെടുക്കാൻ, പാടിയതിൻ്റെ പേരിൽ ഒരു കേസെടുക്കാനൊന്നും കഴിയുന്നൊരു നിയമ സംഹിത കേരളത്തിൽ, ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലില്ല. അതുകൊണ്ട് അത് മറ്റു തരത്തിലുള്ള പ്രകോപനങ്ങളിലേക്ക് പോകുന്നത് ഉണ്ടെങ്കിൽ ആ പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നവരിലേക്കായിരിക്കും ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ നിയമസംഹിത ചൂണ്ടിക്കാണിക്കപ്പെടുക എന്നാണ് എൻ്റെ ഒരു പരിമിതമായ പരിജ്ഞാനം. അത് വെച്ചുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ക്ഷേത്രങ്ങളെ, അതായത് ഈ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കം, ഇത് മുൻപ് നമ്മൾ സ്കൂളുകളിൽ കണ്ടിട്ടുണ്ട്. സ്കൂളുകളിലെ PTA കമ്മിറ്റികൾ പിടിച്ചെടുക്കുക എന്നൊരു സമ്പ്രദായം, സ്കൂളിലെ രീതികളെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന സമ്പ്രദായം, ഇത് CPM-ൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ചും ഇടതു പാർട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കലാണ് രീതി. അതായത് ഒന്നുകിൽ ഇതിനെ നമ്മൾ ആൾദൈവങ്ങളെ CPM വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന് രാഷ്ട്രീയവൽക്കരണം എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ പൂമാല കിട്ടിയ പോലെ എന്നും കരുതേണ്ടി വരും. അല്ല, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് CPM ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. കാരണം ഇന്ന് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹം ഇന്ന് വളരെയധികം അടുത്തുകൊണ്ടിരിക്കുകയാണ്.
ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രപരമായിട്ട് അവർ വിചാരിച്ചത് ഈ ക്ഷേത്രങ്ങളെല്ലാം തകർന്നു തരിപ്പണമായി ഇവിടെ അവിശ്വാസി സമൂഹം വലിയ രീതിയിൽ രൂപപ്പെടുകയും അതിനനുസൃതമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് വലിയൊരു മേധാവിത്വം കിട്ടുന്ന ഒരു ദിവാസ്വപ്നം കൊണ്ടുകൊണ്ടായിരുന്നു അവർ 80കൾ മുതൽ പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള നവോത്ഥാനവും ആത്മീയപരമായിട്ടുള്ള ഉണർവും ഒക്കെ തന്നെ ഇന്നും വീണ്ടും വീണ്ടും ആയിരക്കണക്കിന് ആളുകളെ ക്ഷേത്രങ്ങൾ കൊണ്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നോക്കൂ, ഗുരുവായൂർ പോലെ ക്ഷേത്രങ്ങളായിക്കോട്ടെ, ശബരിമല ആയിക്കോട്ടെ, ആറ്റുകാൽ പൊങ്കാലയായിക്കോട്ടെ, ഇവിടെയൊക്കെ നോക്കൂ ജനസഹസ്രങ്ങളും ലക്ഷക്കണക്കിന് ആളുകളാണ് വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്നത്. അതിനെ തകർക്കാൻ വേണ്ടി അവർ പല രീതിയിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ആറ്റുകാലിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായല്ലോ, ശബരിമലയിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കണ്ണൂരിലെ തെയ്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അവരുടെ ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവർക്ക് കൃത്യമായിട്ടൊരു അജണ്ടയുണ്ട്. പക്ഷെ ആ അജണ്ട നടപ്പിലാക്കാനോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയോ ഇടമല്ല ഈ ക്ഷേത്ര പരിസരങ്ങൾ. നമ്മൾ നോക്കൂ, പുഷ്പനെ അറിയേണ്ട കേന്ദ്രമല്ലല്ലോ ക്ഷേത്രങ്ങൾ. അവിടെ അറിയേണ്ടത് രാമനെയാണ്, അവിടെ അറിയേണ്ടത് കൃഷ്ണനെയാണ്. ലാൽസലാം പാടേണ്ട കേന്ദ്രമല്ലല്ലോ ക്ഷേത്രങ്ങൾ. അവിടെ ഉണരേണ്ട മന്ത്രം എന്ന രാമമന്ത്രമാണ്, കൃഷ്ണമന്ത്രമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് വലിയൊരു വിഷയം തന്നെയാണ്. അപ്പൊ അവിടെ അവർക്ക് അനുകൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ക്ഷേത്ര സമിതികളെ കൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഇവരുടെ അജണ്ടയാണ്. ഈ ആളുകൾ തന്നെയാണ് പറയുന്നത് അമ്പലങ്ങളിൽ ഭഗവത്ഗീത പാടാൻ പാടില്ല, അത് വർഗീയമായ ചേരിതിരിവുണ്ടാകുന്നു, രാമായണ മാസാചരണം നടത്താൻ പാടില്ല. ഇവരാണ് പറഞ്ഞത് രാമായണ മാസാചരണം നടത്തിക്കഴിഞ്ഞാൽ വർഗീയമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടാവും എന്ന് പറഞ്ഞത് EMS നമ്പൂതിരിപ്പാടാണ്. അപ്പൊ നോക്കൂ, അതിൽ നിന്നൊക്കെ ഇവർ മാറിക്കൊണ്ട് ഇപ്പൊ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ചില അടിച്ചേൽപ്പിക്കൽ അവിടെ നടത്തുകയാണ്. അതിനെ പ്രതിരോധിക്കുന്നത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ട് പോലും വീണ്ടും വീണ്ടും അലോഷിയെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള നിയമലംഘനത്തിന് തയ്യാറാകുന്നത് എന്നത് പാർട്ടി കൊടുക്കുന്ന ഉറപ്പിന്റെ പുറത്താണ്. ആ ഉറപ്പ് എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നത്? അപ്പൊ ഇവിടെ അതാണ് പറയുന്നത്, ഇതിനെതിരെയുള്ള ജനകീയമായ പ്രതിരോധങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പൊ നോക്ക്, കേരളത്തിൽ തന്നെ നമ്മളിപ്പോൾ കഞ്ചാവിനെ കുറിച്ചും ഈ MDMA കുറിച്ചൊക്കെ വ്യാപകമായ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ നോക്കൂ പ്രത്യക്ഷമായിട്ടുള്ള ഒരു കഞ്ചാവിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു ആദർശത്തിന്റെ ആരൂപമായിട്ടാണ് ഇടതുപക്ഷത്തിന്റെ പ്രസ്ഥാനങ്ങൾ ഈ ചെഗുവേരെ പോലെയുള്ള ആളുകളെ കൊണ്ടു നടക്കുന്നത്. പരിപാവനമായ ക്ഷേത്രാങ്കണത്തിൽ ഈ ചെഗുവേരയുടെ കഞ്ചാവ് അടിച്ചു നിൽക്കുന്ന ഫ്ലെക്സും ഫോട്ടോയും പിടിച്ചുകൊണ്ട് ഇവിടെ ആളുകൾ ആർത്തുല്ലസിക്കുന്നത് കാണുന്ന സമയത്ത് ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന് പ്രശ്നമുണ്ടാകും. അവരുടെ വികാരങ്ങൾ വ്രണപ്പെടും. അത് കാണാൻ ഇവിടുത്തെ സമൂഹത്തിനും ഗവൺമെന്റിനും ഇവിടുത്തെ കോടതികൾക്കും ബാധ്യതയുണ്ട്. അവിടെയാണ് ഈ പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഇരട്ടത്താപ്പിന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതേസമയത്ത് നോക്കൂ, ഇവിടെ ഇതര മതത്തിൽപ്പെട്ട ആളുകളുടെ എത്ര ഉത്സവങ്ങൾ നടക്കുന്നു, അവിടെയൊന്നും നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇത്രയുള്ള കോപ്രായങ്ങൾ കാണുന്നുണ്ടോ? അപ്പൊ ഇവർക്ക് പ്രത്യക്ഷമായിട്ട് കയറി മേയാനുള്ള ഇടത്താവളമായിക്കൊണ്ട് ക്ഷേത്രങ്ങളെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറയാൻ സാധിക്കില്ല. ഇപ്പൊ നമുക്ക് ഒരു ക്ലബിന്റെ പരിപാടി അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ആവിഷ്കരിക്കാം, അവരുടെ ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിന്റെ പരിപാടിയിലായിക്കോട്ടെ, ഒരു സാമുദായിക സംഘടന ആയിക്കോട്ടെ. പക്ഷെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് മതപരമായ ആചാര വിശ്വാസങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇപ്പൊ ശ്രീകുമാർ സാറ് പറഞ്ഞില്ല, 30 മണിക്കൂർ അണുവിട ചലിക്കാത്ത താന്ത്രികമായിട്ടുള്ള ആചാരക്രമങ്ങളാണ് വടക്കുന്നാഥ നടക്കുന്നത്. അവിടെ ഒരു പ്രത്യക്ഷമായിട്ട് രാഷ്ട്രീയക്കാർക്ക് ഒരു തരത്തിലുള്ള റോളും ഇല്ല. ഇതിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. അതിപ്പോ തൃശ്ശൂർ പിണറായി വിജയൻ സർക്കാർ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ വന്നതുകൊണ്ടോ അല്ല പൂരം നടക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള അനവധി ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഒരു ആചാരക്രമമുണ്ട്, വിശ്വാസക്രമങ്ങളുണ്ട്, അതിനനുസൃതമായിട്ടുള്ള അവിടെ ഒരു സാമൂഹികമായിട്ടുള്ള ക്രമമുണ്ട്. അത് പാലിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് സാംസ്കാരികമായ ഔന്നിത്യം. അതിന് പകരം ഏതെങ്കിലും ഒരു ഇസത്തിന്റെയോ പൊളിറ്റിക്കൽ പാർട്ടിയുടെയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ആധിപത്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പാട്ട് നിങ്ങൾ കേട്ടുകൊള്ളണം എന്ന് പറഞ്ഞുള്ള ധാർഷ്ട്യം, ആ ധാർഷ്ട്യം ഇനി കേരളത്തിൽ ഞങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് BJP പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ ജനകീയമായ പ്രതിരോധങ്ങളുമായിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞങ്ങൾ സംഘപരിവാർ അടക്കമുള്ള BJP പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇതിനെതിരെ മുന്നിൽ നിന്ന് അണിനിരക്കും. കാരണം ഇതൊരു സാമൂഹിക പ്രശ്നമായിട്ട് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് തുടങ്ങി കണ്ണൂരിലെത്തി, കൂത്തുപറമ്പിൽ കണ്ടു, നമ്മൾ എല്ലാ സ്ഥലത്തും ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊതുസമൂഹത്തിനുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനെതിരെയുണ്ട്. ആ പ്രതിഷേധം കോടതികൾ കൃത്യമായിട്ട് കാണണം. അപ്പൊ നേരത്തെ ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ പല വിഷയങ്ങൾ കാണുന്ന സമയത്ത് കോടതി ഇടപെടുന്ന സമയത്ത് ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു ദുസ്ഥിതിക്കെതിരെ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത രീതിയിലുള്ള കോടതി ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ കേരളത്തിനകത്ത് ഇതിനെതിരെ ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ CPM പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ഈ കുതിര കയറൽ അവസാനിപ്പിക്കണം, ആചാരങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളികൾ അവസാനിപ്പിക്കണം. ഇപ്പൊ സുരേഷ് ബാബു സാർ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യയശാസ്ത്രപരമായ അടിത്തറ ഒരു കോൺഗ്രസ് കൾച്ചർ ആയതുകൊണ്ട് അദ്ദേഹം വളരെ മനോഹരമായിട്ട് അതിന്റെ ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷം എന്താണെന്നും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതേ നിലപാടായിരിക്കില്ല CPM-ന്റെ ഒരു പ്രതിനിധിക്ക്, DYFയുടെ ഒരു നേതാവിന്, ഇടതുപക്ഷത്തിന്റെ മറ്റുള്ള പ്രസ്ഥാനങ്ങൾക്ക്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ പൊതുസമൂഹത്തിൽ ഈ കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസിയുടേതാണ്, ആചാരങ്ങൾ പാലിക്കാനുള്ളതാണ്, അതോടൊപ്പം തന്നെ ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതാണ്. ആ സാമൂഹിക ക്രമം പാലിക്കാൻ ഇവിടുത്തെ എല്ലാ
രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യെസ്, ശ്രീ എൻ ശ്രീകുമാർ, ഞാൻ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിനോട് ചോദിച്ചത് ഇത് CPM അടക്കമുള്ള ഇടതു പാർട്ടികൾക്ക് തിരിച്ചടിയല്ലേ ഉണ്ടാക്കുക എന്നാണ്. അതേ ചോദ്യത്തിൻ്റെ മറ്റൊരു ആംഗിൾ, വിശ്വാസികളെ വെറുപ്പിക്കുന്നോ ഇവർ? അതായത് ഇതിൽ തിരിച്ചറിയ പ്രശ്നമില്ല കൃഷ്ണരാജ്. കാരണം ജനങ്ങൾ ഇത് ശ്രദ്ധിക്കില്ല. ഇത് അവരൊരു ഇതെന്ത് ഇവർക്ക് എന്താ ഇവിടെ കാര്യം എന്നേ ചിന്തിക്കുള്ളൂ. അപ്പൊ നേരത്തെ ശ്രീ സുരേഷ് ബാബു പറഞ്ഞ പോലെ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ വോട്ട് കിട്ടും എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്യാറുണ്ടോ? ഇപ്പൊ നോക്കൂ, CPM കുറിച്ച് അവരാണെങ്കിൽ ഇപ്പൊ 8 വർഷം 9 വർഷമായിട്ട് ഭരിക്കുകയാണ്. എന്തുകൊണ്ടാണ് CPM ഇങ്ങനെ അവരുടെ വിശ്വാസപരമായ നയങ്ങൾ മാറ്റിയെടുത്ത്? എന്തിനാ? അവരുടെ പാലക്കാട് പ്ലീനസ് ഉണ്ടായിരുന്നു. പാലക്കാട് പ്ലീനത്തിൽ അവർ വിശ്വാസത്തെക്കുറിച്ചും അന്ധവിശ്വാസത്തെക്കുറിച്ചും തീരുമാനം എടുത്തിരുന്നു. അന്ധവിശ്വാസത്തിനെതിരായ ഒരു ബില്ല് കൊണ്ടുവരുമെന്ന് അവർ പറഞ്ഞിരുന്നു. ഇത്ര വർഷമായിട്ട് എന്താ ബില്ല് കൊണ്ടുവരുന്നത്? അപ്പൊ അന്ധവിശ്വാസികളുടെ വോട്ടും CPM കാംക്ഷിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അതൊക്കെ പോട്ടെ, CPM സാധാരണ രീതിയിൽ ശ്രീ സുരേഷ് ബാബു ഒക്കെ ഒരു പാർട്ടിയുടെ നേതാവായിരുന്നല്ലോ. പഴയ കാലത്ത് CPM എന്ന് വെച്ചാൽ 1-2 ഘട്ടങ്ങളിൽ ഒഴിച്ച് ഈ ദേവസ്വം വകുപ്പ് ഘടകകക്ഷികൾക്കാണ് കൊടുത്തിരുന്നത്. അപ്പൊ മുൻപ് തന്നെ അത് കടന്നപ്പള്ളി രാമേന്ദ്രൻ ചേട്ടനായിരുന്നു കൊടുത്തിരുന്നത്. അതിനുശേഷം ഇത് എന്തുകൊണ്ടാണ് ഇത് CPM ഏറ്റെടുത്ത്? എന്തിനാണ്? ക്ഷേത്രത്തിൽ പോയാൽ വിശ്വാസി അല്ലാത്ത മന്ത്രി, ആ മന്ത്രി ക്ഷേത്രത്തിൽ പോകുന്നു, ക്ഷേത്ര വിശ്വാസി അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ പാലിക്കാതെ നിൽക്കുന്നു, അത് ഫോട്ടോ എടുത്ത് പത്രങ്ങളിൽ വരുന്നു. എന്നിട്ടും അവർ പറയുന്നത് ഞാൻ ജനങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിൽ പോയതെന്നാണ്. ജനങ്ങളുടെ കാര്യം വിശ്വാസികളുടെ കാര്യം നോക്കാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിൽ പോയതെന്നാണ്. വിശ്വാസികളുടെ കാര്യം നോക്കാൻ ക്ഷേത്രാങ്കണത്തിൽ പോകണ്ട. വിശ്വാസികളുടെ കാര്യം നോക്കാനായിട്ട് ശ്രീകോവിലിന്റെ മുമ്പിലെ സോപാനത്തിന് മുമ്പിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. വിശ്വാസികളുടെ കാര്യം നോക്കേണ്ടത് ഭരണസിരാ കേന്ദ്രത്തിൽ ഇരുന്നിട്ടാണ്. ശബരിമലയിൽ ഈ വർഷം ഇത്ര പേർ വരും, അവർക്ക് എല്ലാവിധ പ്രാഥമിക സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കണം എന്ന് പറയാനായിട്ട് ശബരിമല കയറി പോകേണ്ട കാര്യമില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് കക്ഷികളെ അവരെന്തെന്ന് വെച്ചാല് ഹിന്ദു വിശ്വാസത്തെ വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമല്ല, ഇപ്പൊ BJP വേറെ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മളിതെല്ലാം കാണണം. ഞാൻ കോൺഗ്രസിന്റെ പേര് പറയാത്തതെന്ന് വെച്ചാൽ കോൺഗ്രസ് കാലാകാലങ്ങളിലായിട്ട് ഈ കാര്യങ്ങളിലെ ഇത്രത്തോളം ഇടപെടാറില്ല എന്നുള്ളതുകൊണ്ടാണ്. ഉദാഹരണങ്ങൾ മാറ്റി കാണിച്ചെന്നാൽ ഞാനിത് തിരുത്താൻ തയ്യാറാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ കാണുന്ന കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിലെ വിശ്വാസികൾ, ഏത് വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളാണെങ്കിലും ചില രാഷ്ട്രീയ കക്ഷികളുടെ ധാരണ അവർക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ വോട്ട് കിട്ടുന്നതാണ്. അങ്ങനാണെങ്കിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പറഞ്ഞ എല്ലാ ക്രൈസ്തവ വോട്ടുകളും അവർ വരുന്ന പാർട്ടിക്ക് കിട്ടണം. അതുപോലെ NSS SNDP പറഞ്ഞാൽ ആ വിഭാഗത്തിലുള്ളവരുടെ വോട്ട് കൂടെ അവർക്ക് കിട്ടണം. അങ്ങനെയാണോ കേരളത്തിൽ നടക്കുന്നത്? അല്ല. തെരഞ്ഞെടുപ്പിന്റെ ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ദിവസം പോലും ഒരു സമുദായ നേതാവ് പറഞ്ഞിട്ട് കേരളത്തിലെ വോട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ ഇവരെ കാണുന്നത് എന്താ പറയാന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, പ്രാദേശിക തലത്തിലേ കാണുള്ളൂ. ഇപ്പൊ സംസ്ഥാന അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ചർച്ചകളിലാണ് ഇതൊക്കെ പറയാ. പ്രാദേശിക അടിസ്ഥാനത്തിൽ എന്താ കാണുക ജനങ്ങള്? പ്രാദേശിക അടിസ്ഥാനത്തിൽ കാണുമ്പോ ഇദ്ദേഹത്തിന് എന്താ ഈ എഴുന്നള്ളത്തിന്റെ മുമ്പിൽ കാര്യം എന്ന് ചിന്തിക്കുമ്പോ അവിടെ ഒരു അത് മറ്റേ അടുത്ത തവണ വോട്ട് കിട്ടാനായിരിക്കും എന്ന് ചിന്തിക്കുകയാണ്. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മള് ഈ മതപുരോഹിതന്മാരുടെ സവിധത്തിലേക്ക് ഓടിച്ചെല്ലുകയാണ്. പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചൊക്കെ മാറാം. ഒരു എന്താ പറയാ, ഒരു 100 പേരുണ്ടെങ്കിൽ 1-2 ഒക്കെ മാറിയേക്കാം, അല്ലാണ്ടൊന്നും ആരും മാറില്ല. പക്ഷേ രാഷ്ട്രീയ കക്ഷികൾ ഇങ്ങനെ ചിന്തിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാല് നമ്മുടെ സാമൂഹികമായ ഒരു ബാലൻസ് ഉണ്ട്, അത് നഷ്ടപ്പെടും. ഈ ഉത്സവകാലത്ത് നമ്മളെ സാധാരണ രീതി എങ്ങനെയാ വെച്ചാൽ ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് അവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഏറി വന്നാലും കുഴപ്പം ഉണ്ടാകുന്നത് ആന എഴുന്നള്ളത്താണെങ്കിൽ ആന ഓടും, അല്ലെ പോക്കറ്റടിക്കാരെ കാണും. ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുള്ളൂ. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ രാഷ്ട്രീയ കക്ഷികളെ പേടിക്കേണ്ട അവസ്ഥയാണ് അവിടെ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കേരളം പോകുമ്പോൾ നമ്മുടെ ഉത്സവപ്പറമ്പ് പോലും നേരത്തെ ശ്രീ സുരേഷ് ബാബു പറഞ്ഞ പോലെ ആനന്ദിക്കാനുള്ള ഇടം അക്രമത്തിന്റെ പാതയായും അക്രമത്തിന്റെ ഇടവഴികളായും മാറുന്ന ഒരു അവസ്ഥ വരികയല്ലേ. അപ്പൊ ഇത് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റും. കാരണം ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഒരു സ്ഥലത്ത് പാടി, ശരി പോട്ടെ, വിവരക്കേടുകൊണ്ട് പാടി, അടുത്ത ക്ഷേത്രങ്ങൾ ഇങ്ങനെ പാടില്ലെന്ന് പറയണ്ടേ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത്, അദ്ദേഹം മുൻ കോൺഗ്രസ്സുകാരനാണ്. ഇപ്പൊ അദ്ദേഹം CPM നേതാവാണ്. അദ്ദേഹത്തിന് അറിയാം വിശ്വാസവും അവിശ്വാസവും ക്ഷേത്രാചാരവും ക്ഷേത്രാങ്കണവും ഒക്കെ അദ്ദേഹത്തിന് അറിയാം, പരിചിതമാണ്. അദ്ദേഹം ധൈര്യമായിട്ട് തീരുമാനം എടുക്കണമെന്ന്. അത് ദേവസ്വം ക്ഷേത്രമാണെങ്കിൽ
ഇതില്ല. അതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ക്ഷേത്രത്തിലെ ഭാരവാഹിയെ വെച്ച് അദ്ദേഹത്തിന് പറയാനുള്ള അധികാരമുണ്ട്. കാരണം അദ്ദേഹം ആ പ്രദേശത്തുള്ള തിരുവിതാംകൂർ എന്ന് വെച്ചാൽ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ അധീനതയെ വരണമെന്നില്ലല്ലോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളിലെ മറ്റേ കാര്യങ്ങളിൽ പറയാൻ അധികാരസ്ഥാനമുള്ള ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന് പറയാം, അല്ലെ അദ്ദേഹത്തിന്റെ ഭരണാധികാരിയൊക്കെ പറയാം, ദേവസ്വം മന്ത്രിയെ വിളിച്ച് പറയാം ഇത് പാടില്ലെന്ന്. ദേവസ്വം മന്ത്രി പോലും നമ്മുടെ നാട്ടിലെ ദേവസ്വം മന്ത്രി എന്താ ചെയ്യുന്നത്? ദേവസ്വം മന്ത്രി ഇങ്ങനെ വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അത് ലാഘവത്തോടെ കാണുകയാണ്. നേരെ മറിച്ച് തെറ്റാണെന്ന് പറയണം. കാരണം ഇത് പാടില്ല. ക്ഷേത്രാങ്കണത്തിൽ നേരത്തെ പ്രിന്റു മഹാദേവ് പറഞ്ഞ പോലെ അവിടെ വിപ്ലവഗാനത്തിന് പ്രസക്തിയില്ല. വിപ്ലവഗാനം എന്ന് പറയുന്നത് ഒരാളെ കുറിച്ച് പാടുകയാണെങ്കിലും ആ ആളെ കുറിച്ച് ഇങ്ങനെ പാടി വെറുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. വിപ്ലവഗാനം പാടേണ്ടത് പാർട്ടി വേദികളിലെ സമ്മേളനങ്ങളാണ്. അവിടെ ആരെ കുറിച്ചാണോ പാടുന്നത് ആ വ്യക്തിക്ക് വളരെ പ്രാധാന്യവും അത് വികാരപരവുമായിരിക്കും. നേരെ മറിച്ച് ക്ഷേത്രാങ്കണത്തിൽ പോയിട്ട് ഒരാളെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പാടുകയാണെങ്കിൽ അവിടെ എതിർപ്പാണ് ഉണ്ടാവുക. ഇതാ പാർട്ടികൾ മനസ്സിലാക്കണം, പാർട്ടി മനസ്സിലാക്കണം. ഇവിടെ നോക്കൂ, CPI നോക്കൂ, എത്ര കാലമായി CPI കേരളത്തില് കമ്മ്യൂണിസ്റ്റ് കക്ഷിയെ നിലകൊള്ളുന്നു. അവരെന്താ ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ അറിവ് ഇതുവരെ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ നാളെ അവർ തുടങ്ങുമോന്ന് അറിയാൻ പറ്റില്ല. കാരണം വലിയേട്ടനായാൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ഒരു തോന്നൽ വന്നാൽ ബുദ്ധിമുട്ടായി. കാരണം അവർക്കും അത്യാവശ്യം ചില ക്ഷേത്ര പരിസരത്തൊക്കെ അവർക്കും ബന്ധം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഇത് ക്ഷേത്രോത്സവങ്ങളെയൊക്കെ പരിപൂർണമായിട്ടും രാഷ്ട്രീയത്തിന് അതീതമായി കാണാനായിട്ട് ശ്രമിക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വങ്ങളാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എല്ലാവർക്കും ഭരിക്കാൻ അവസരം കിട്ടിയെന്ന് വരില്ല. ആരാണോ ഭരണ നേതൃത്വത്തിൽ വരുന്നത്, ആരാണോ ഇതിന്റെ ബന്ധപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്, അവരവിടെ ശ്രദ്ധിക്കണം. ഇപ്പൊ തൃശ്ശൂർ പൂരം കഴിഞ്ഞ കൊല്ലം നടന്നു, ഇക്കൊല്ലം വരാൻ പോവാ May 6-നാ. എന്താണ് അന്വേഷണം? എവിടെ എത്തി? ത്രിതല അന്വേഷണമായിരുന്നു, 3 തലത്തിലുള്ള അന്വേഷണം. എവിടെ എത്തി അന്വേഷണം? ഒരിടത്തും എത്തിയില്ല. പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം. എന്താ പ്രശ്നം? പോലീസുകാരുടെ വിവരക്കേട്. പോലീസുകാരുടെ വിവരക്കേട് ആരാ അന്വേഷിക്കുന്നത്? പോലീസ് മന്ത്രി. എവിടെ എത്താനാണ്? കുറച്ചു വർഷം മുമ്പ് 2000-ല്, അതുകൂടെ പറഞ്ഞു നിർത്താം, 2000-ല് തൃശ്ശൂർ പൂരം നടന്നപ്പോഴ് ഇതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വിവരമില്ലായ്മ കൊണ്ട് ആളുകളൊന്നും പോകണ്ട, ആനകൾ മാത്രം പോയാൽ മതി എന്ന് ഒരു തീരുമാനം എടുത്തു കുടമാറ്റത്തില്. അത് നടക്കില്ലല്ലോ. ദേവസ്വം ഭാരവാഹികളും പൂര കമ്മിറ്റിക്കാരും പിന്നാലെ പോയി ലാത്തി ചാർജ് ചെയ്തു. വടക്കുന്നാഥ ക്ഷേത്രത്തിനുള്ളിൽ ലാത്തി കൊണ്ട് അടിച്ചു. ദേവസ്വം ഭാരവാഹികൾ കടികിട്ടി. അന്വേഷണ കമ്മീഷനെ വെച്ചു. അന്ന് എനിക്ക് തോന്നുന്നത് CPM ഭരിക്കുന്നത്. അന്വേഷണ കമ്മീഷനെ വെച്ചു. DYSP സസ്പെൻഡ് ചെയ്തു. 1 മാസത്തിനുള്ളിൽ സസ്പെൻഡ് ചെയ്തു. പ്രശ്നം തീർന്നു. ഇവിടെ നോക്കൂ, അതിന്റെ അത്ര എത്തിയിട്ടില്ല. ലാത്തി ചാർജ് നടന്നിട്ടില്ലല്ലോ, അതിന്റെ അത്ര എത്തിയിട്ടില്ല. ക്ഷേത്രാങ്കണത്തിൽ രക്തം വീണിട്ടില്ല. പക്ഷെ എന്താണ്, അലങ്കോലപ്പെട്ട കാര്യത്തിൽ പോലും ത്രിതല അന്വേഷണം നടത്തിയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ഇതാണ് കാര്യം. അപ്പൊ ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചാല് ജനങ്ങളുടെ വോട്ട് അത് അന്ന് അത്ര ചിന്തയുണ്ടായിരുന്നില്ല. നമ്മൾ അത്രയും അങ്ങോട്ട് നമുക്ക് ചിന്ത പോയിരുന്നില്ല. ഉത്സവമായിട്ട് തന്നെ കണ്ടെത്തിയിരുന്നു. ഇപ്പൊ ഇതല്ല. ഇപ്പൊ ഓരോ തലത്തിൽ ചിന്തിക്കുകയാണ്. ഈ കേസിന് അന്വേഷണത്തിൽ ഇങ്ങനെ എടുത്താൽ ആർക്കായിരിക്കും ഗുണം, ആർക്കായിരിക്കും ദോഷം. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഈ അന്ധവിശ്വാസത്തിനെതിരെ പറയും, വിശ്വാസം പാടില്ലെന്ന് പോലും പറഞ്ഞ സമയവുമുണ്ട്, വിശ്വാസികളിൽ നിന്ന് വാദിക്കുകയും ചെയ്യും. എന്നിട്ട് ഇത്തരം പരിപാടികളിലേക്ക് പോകും, വിപ്ലവം പാടും, പറയും, സിന്ദാബാദ് വിളിക്കും. ഇതാണോ ഗോവിന്ദൻ മാഷിൻ്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം? ഞാൻ ഈ 3 മിനിറ്റ് കൊണ്ട് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ നിർവചിക്കാൻ കഴിയുന്ന ഒരാളല്ല. അതും ഇതുമായിട്ടൊന്നും നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടുന്നൊരു കാര്യവുമില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വൈരുദ്ധ്യാത്മക ഡയബറ്റിക്കൽ മെറ്റീരിയലിസത്തിനെ കുറിച്ച് ദീർഘമായ ഒരു ചർച്ച വെക്കുകയാണെങ്കിൽ നമുക്കതിൽ പങ്കെടുത്ത് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും പറയുകയൊക്കെ ചെയ്യാം. ഇവിടെ ഞാൻ നേരത്തെ അടിസ്ഥാനപരമായി നിൽക്കുന്ന അല്ല, ആ വൈരുദ്ധ്യത്തിൻ്റെ വാക്കുകൾ ഈ ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ വാക്കിൻ്റെ പദാർത്ഥവുമായി ഒരുപാട് അന്തരമുണ്ട്. ആ അന്തരത്തിന് നമുക്കിപ്പോൾ നിർവചിക്കാനൊന്നും കഴിയില്ല. ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇതിനെ വേറെ തന്നെ വിടണം. ദൈവത്തിൻ്റെതും സീസറിൻ്റെതും പ്രത്യേകമാക്കി വെച്ചുകൊണ്ട് ഈ പറയുന്ന സമീപനങ്ങൾ എടുക്കണം. ശ്രീകുമാർ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് എനിക്കും ആവർത്തിക്കാനുള്ളത്. ഇതുകൊണ്ടൊന്നും ഒരു പാർട്ടിക്കും മെച്ചം കിട്ടാൻ പോകുന്നില്ല. അത് RSSൻ്റെ നേതൃത്വത്തിൽ BJP നടത്തിയാലും
ഇപ്പുറത്ത് ഈ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ CPM നടത്തിയാലും. പക്ഷേ ഞാൻ ഈ രണ്ട് പാർട്ടികളുടെയും രാഷ്ട്രീയ നേതൃത്വമാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന കൊണോട്ടേഷനോട് യോജിക്കുന്ന ഒരാളല്ല. പ്രാദേശികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളുടെ പേരിപ്പോൾ ശ്രീകുമാർ തന്നെയാണ് പറഞ്ഞത്. അത് നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പ്രശാന്താണ്. അതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡുണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട്. അവരൊക്കെ അലേർട്ടാവണം. ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളോട്, അവരുടെ കീഴിൽപ്പെടുന്നതല്ലെങ്കിൽ പോലും അവരുടെ ഭാരവാഹികളോട് നമുക്കിത് ഒരു ആരാധനയുടെ മാത്രമാക്കി മാറ്റുന്നതിന് അവരുടെ സഹകരണം തേടണം. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അവരുടെ ജില്ലാ റവന്യൂ അധികാരികൾ, റവന്യൂ അതിർത്തിക്കകത്തുള്ള ക്ഷേത്രങ്ങളുമായി ഉള്ള ആളുകളെ വിളിച്ച് അവരോട് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നത് സാമൂഹ്യ നന്മയ്ക്ക് നല്ലതാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അടുത്ത വർഷത്തെ ഉത്സവ സീസണുകൾ ഇതുപോലത്തെ മലീമസമായ കാര്യങ്ങൾ ഉണ്ടാകാതെ നോക്കുന്നതിന് തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം പല നിർദ്ദേശങ്ങളും ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വെക്കേണ്ടതുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ തയ്യാറുമാണ്. യെസ്, വളരെ നല്ലൊരു മറുപടിയായിരുന്നു അങ്ങയുടേത്. ശ്രീ പ്രിൻറ്റു മഹാദേവ്, ചോദ്യമില്ല, പറഞ്ഞവസാനിപ്പിക്കാം. അല്ല, ഇതിനകത്ത് അങ്ങ് ചോദിപ്പിച്ചല്ലോ വൈദ്യുതാത്മക വൈരുദ്ധ്യവാദമാണോ എന്നല്ല. ഗോവിന്ദൻ മാഷത് ഹിന്ദു വിരുദ്ധ ഭൗതികവാദമാണ്. അത് സ്വാഭാവികമായിട്ട് അത് എല്ലാ കാലഘട്ടത്തിലും ആ പാർട്ടി പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായത് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ ശ്രീകുമാർ സാർ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. അവിശ്വാസിയായിട്ടുള്ള ഒരു മന്ത്രി ശബരിമലയുടെ ശ്രീകോവിലിന്റെ മുമ്പിൽ ആദ്യ കാഴ്ചക്കാരനായി നിന്നുകൊണ്ട് വിഗ്രഹത്തിന് നേരെ പുച്ഛത്തോടു കൂടി നോക്കുന്നു. അത് കാണുന്നത് കേരള സമൂഹമാണ്. 2, ഇവിടെ അയ്യപ്പസ്വാമിയുടെയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അയ്യപ്പന്റെ ബ്രഹ്മചര്യം നഷ്ടമായോ എന്ന് ചോദിച്ചത് CPM-ന്റെ ഒരു നേതാവാണ്. ഒരു CPM-ന്റെ ആദരണീയനായിട്ടുള്ള സ്പീക്കർ ചോദിച്ചത് ഗണപതി മിത്താണെന്ന് പരസ്യമായിട്ട് പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പാർട്ടി എടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകളുടെ ആവർത്തനം തന്നെയാണ് സത്യത്തിൽ എവിടെ നടക്കുന്നത്? ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ക്ഷേത്രാങ്കണങ്ങളിലും നടക്കുന്നത്. കാരണം ആ വൈരുദ്ധ്യമായിട്ടുള്ള സ്വഭാവത്തെ പ്രാദേശിക അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് DYFIയും ക്ഷേത്ര സമിതികളും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് സ്വാഭാവികമായിട്ട് നേരത്തെ ശ്രീകുമാർ സാർ പറഞ്ഞു കേട്ടു, BJP അങ്ങനെ ഏതെങ്കിലും ഹൈന്ദവ സമൂഹത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരം ക്ഷേത്രങ്ങളെയോ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് കൃത്യമായിട്ട്, കാരണം ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവിന്റെ ജീവിത രീതിയുടെ ജീവനാടിയാണ് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടണം, അവിടെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം, വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം, ക്ഷേത്രോത്സവങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിയതമായിട്ടുള്ള ഒരു ഘടന വേണം. അവിടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. സത്യത്തിൽ കേരളത്തിൽ ഈ രണ്ടാമത് ഒരു ക്ഷേത്ര വിമോചന സമരത്തിനുള്ള അവസരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് കൃത്യമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സമരമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അതിനകത്ത് വിശ്വാസി സമൂഹം തന്നെയാണ് അതിനകത്ത് കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടത്. അപ്പൊ ആചാരങ്ങളും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എപ്പോഴും ഹിന്ദു സമൂഹത്തെ വിരുദ്ധമായ 2 ധ്രുവങ്ങളിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഇരിങ്ങാലക്കുട വിഷയമുണ്ടായ സമയത്തും അവിടെ ജാതീയപരമായിട്ടുള്ള വേർതിരിവിനാണ് ഇവിടെ ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചത്. ശബരിമല വിഷയമുണ്ടായിരുന്ന സമയത്തും ഗുരുവായൂർ നടന്ന വിവാദങ്ങൾ ഉണ്ടായ സമയത്തും ഒക്കെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ഹിന്ദു വിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനവുമായിട്ടാണ് സർക്കാർ പോയിട്ടുള്ളത്. ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എന്ന രീതിയിൽ സുരേഷ് ബാബു സാർ പറഞ്ഞ പോലെ അദ്ദേഹത്തിനെ പോലെയാണ് ഇടതുമുന്നണിക്കകത്ത് കൃത്യമായിട്ടുള്ളത് ഹിന്ദു വിരുദ്ധ സമീപനം നമ്മൾ അവസാനിപ്പിക്കാൻ ഈ സർക്കാർ തയ്യാറാകണമെന്ന് പറയാൻ അദ്ദേഹം തയ്യാറായി എന്ന് പറയുന്നത് വളരെയധികം സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളമാണ് ആ പാർട്ടിയും ആ സംവിധാനമൊക്കെ അത് മുഖവിലേക്കെടുക്കുക എന്നുള്ളതൊരു ചോദ്യമാണ്. എങ്കിൽ പോലും അത് പറയാനുള്ള മനസ്സിന് നന്ദി. അത് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട സുരേഷ് ബാബുവിനെ പോലെയുള്ള ഒരാൾ അത് പറഞ്ഞല്ലോ. ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി നയിക്കുന്ന സമയത്ത് ഹിന്ദു വിരുദ്ധ സമീപനമായി പോകുന്ന ഈ പാർട്ടിയുടെ നിലപാടുകളെ തിരുത്താനും ചോദ്യം ചെയ്യാനും ഞങ്ങൾ തയ്യാറാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനെ ഞങ്ങൾ വളരെയധികം സ്വാഗതാർഹമായിട്ടാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ നോക്കും, ഇത് ഒരു സാമൂഹിക പ്രശ്നമായിട്ട് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അലോഷിയുടെ വിഷയം മാത്രമല്ല, ഇവിടെ പലതരത്തിലുള്ള നിശാ പാർട്ടികൾ സംഘടിപ്പിക്കുന്നു. ഈ നിശാ പാർട്ടികളുടെ മടവിലൊക്കെ നടക്കുന്നത് കഞ്ചാവ് മാഫിയയുടെയും MDM മാഫിയയുടെയും പ്രവർത്തനമാണ്. ഇതിനൊക്കെ കൃത്യമായ സപ്പോർട്ട് കൊടുക്കുന്നത് ഇടതുപക്ഷ അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഇടപെടുന്നു. അലോഷി പാടുന്നത് കുറ്റമല്ല. അലോഷി സൗഹാർദ്ദം പാടട്ടെ, അലോഷി സ്നേഹം പാടട്ടെ. ക്ഷേത്ര നടകളിലല്ല മുദ്രാവാക്യം വിളിക്കേണ്ടത്, അത് പാർട്ടി വേദികളിൽ ആകണം. അതായത് ഇടമറിഞ്ഞ് പ്രവർത്തിക്കാൻ ഇടതു പാർട്ടികൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അലോഹ്യമുണ്ടാക്കുകയല്ല അലോഷി വേണ്ടത്. നന്ദി പ്രിൻറ്റു മഹാദേവ്, N. ശ്രീകുമാർ, ഒപ്പം PM സുരേഷ് ബാബു ചർച്ചയിൽ പങ്കെടുത്തതിന്. സൺഡേ ഡിബേറ്റ് പൂർണ്ണമാകുന്നു.